ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഫാബ്രിക് പെയിൻറ്റിങ്. അതിനായിട്ടൊരു പില്ലോ കവറാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ട് ഡിഫറെൻറ്റ് സൈസുള്ള ബ്രഷ് വേണം. ഒരു ഫ്രെയിമുണ്ട്. ഫ്രെയിം അത് ക്ലോത്ത് നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യാനായിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഫാബ്രിക് കളേഴ്സ്. നമുക്ക് ഇത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് ഞാൻ ഇന്നുകൊണ്ട് എടുത്തിരിക്കുന്നത്. പെയിൻറ്റിങ് ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്കും ആദ്യം ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയുടെ ഒരു പടമാണ് ഞാൻ ഇവിടെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. പെയിൻറ്റ് ഒത്തിരി തിക്കായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മീഡിയം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 1-2 തുള്ളി നമ്മൾ ഈ പെയിൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ള ഡിസൈൻ ഒരു പേപ്പറിലേക്ക് നമ്മൾ വരച്ചെടുക്കണം. ഇല്ലെങ്കിൽ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് എവിടുന്നെങ്കിലും നമ്മൾ ആ പടം ട്രേസ് ചെയ്തെടുക്കണം. ട്രേസ് ചെയ്തെടുത്തിട്ട് നമ്മുടെ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്തിലേക്ക് നമ്മൾ വെച്ച് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ കാർബൺ പേപ്പർ വെച്ച് ആ പില്ലോ കവറിലേക്ക് ഈ പടം ട്രേസ് ചെയ്യുകയാണ്. അത് നമുക്ക് ഓരോന്ന് ഇതിനെക്കാട്ടിൽ ഞാൻ രണ്ട് സ്ഥലത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് വരച്ച് തീർക്കാൻ പറ്റും. അത് പേപ്പർ വെച്ച് നമ്മൾ ഏത് കറക്റ്റ് പൊസിഷൻ ഫിക്സ് ചെയ്ത ശേഷം ഒരു പെൻസിൽ വെച്ച് മേലെ വരച്ച് കൊടുക്കണം. നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്താലും മതി. നമ്മൾ പെയിൻറ്റ് ചെയ്യാനുള്ള പോർഷൻ മൊത്തം ആദ്യം നമ്മൾ വരച്ച് കൊടുക്കണം. ഫുള്ള് വരച്ച് കൊടുത്ത ശേഷം പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ എല്ലാം വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫ്രെയിം വെച്ച് ഫിക്സ് ചെയ്യുന്നു. അത് നന്നായിട്ട് ക്ലോത്ത് നന്നായിട്ട് വലിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രെയിം വെച്ച് ഫിക്സ് ചെയ്യുന്നത്. ഇതിപ്പം പില്ലോ കവർ ആയതുകൊണ്ട് ഞാൻ അടിയിൽ ഒരു പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ലെയർ ഉള്ളതുകൊണ്ട് അടിയിൽ പെയിൻറ്റ് പറ്റാതിരിക്കാൻ. ഇല്ലെങ്കിൽ ഈ ഫ്രെയിം വെച്ച് നന്നായിട്ട് മുറുക്കി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റ് താഴെ പറ്റത്തില്ല. നമ്മൾ ഫ്രെയിം വെച്ച് ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള കളർ ഡയറക്റ്റ് എടുത്ത് ഇതിലേക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. പെയിൻറ്റിൻ്റെ തിക്നെസ് കൂടുതലാണ്. ഒത്തിരി ഭയങ്കര തിക്കായിട്ടാണെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1-2 ഡ്രോപ്സ് മീഡിയം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം പെയിൻറ്റ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഈ പടം ട്രേസ് ചെയ്യുമ്പം ഒരേ ലൈനിൽ തന്നെ താഴത്തെ ലൈനും മേലത്തെ അതേ ലൈനിൽ തന്നെ വരയ്ക്കരുത്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരയ്ക്കുന്നതാണ് കൂടുതൽ ഭംഗി. ഇതിപ്പോൾ നമ്മൾ ആ ചെറി എല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ലീവ്സ് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഒരു കളർ ചെയ്ത് തീർത്ത ശേഷം അടുത്ത കളർ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെയിൻറ്റ് ഒത്തിരി നഷ്ടപ്പെടാതെ ഇരിക്കും.
നമ്മളിപ്പോൾ ഇത് ചെറി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെമ്മുണ്ട്. ആ ഒരു ഭാഗം നമുക്കൊരു ബ്രൗൺ കളർ കൊടുക്കാം. അതിനായിട്ട് റെഡും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ബ്രൗൺ കളർ ഉണ്ടാക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അത് മറിച്ചിട്ട് വേണം അയൺ ചെയ്യാനായിട്ട്. നല്ല വശം ഒരിക്കലും അയൺ ചെയ്യരുത്. നല്ല ചൂടിൽ നല്ല പ്രസ് ചെയ്ത് വേണം അങ്ങോട്ട് അയൺ ചെയ്യാനായിട്ട്.